ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആസ് യു ഓൾ നോ കണ്ടിട്ടുണ്ടാവുമല്ലോ, പാക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ഇപ്പോൾ ഉറക്കണീറ്റു സ്കിൻ കെയർ ചെയ്തു. എൻ്റെ മുഖം ഡോണ്ട് മൈൻഡ് ഇറ്റ്. ഞാൻ എൻ്റെ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ് ബിക്കോസ് എനിക്ക് സ്കിൻ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ നല്ല വെട്ടം ഞാൻ അവിടെ നിന്ന് വെച്ചിട്ടുണ്ട് ബിക്കോസ് ഇച്ചിരിയെങ്കിലും ഒന്ന് മെനയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. സോ ഈ വെട്ടം നിങ്ങൾക്ക് ഇറിറ്റേറ്റിംഗ് ആവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് പാക്കിംഗ്. ഫൈനലി ആ സമയം വന്നെത്തിയിരിക്കുന്നു. വൈ? ബിക്കോസ് ഐ എം ലിവിങ് ടുമോറോ. ഞാൻ ഇന്നാണ് പാക്ക് ചെയ്യുന്നത്. എല്ലാം ഭയങ്കര പെട്ടെന്നാണ്. ആൻഡ് ഐ വോണ്ടഡ് ടു ഷൂട്ട് ഓൾ ദിസ് ഇൻ ദ എസ്തെറ്റിക്സിൽ. ഇവിടെയുണ്ട് സാധനങ്ങൾ, ഇവിടെയുണ്ട് സാധനങ്ങൾ, ഇവിടെ ഇതെല്ലാം ഞാൻ പുതിയതായിട്ട് മേടിച്ച സാധനങ്ങളാണ്. സോ ഐ തോട്ട് ലൈക്ക് ഐ വിൽ ഗിവ് യു എ ഹോൾ ഓൾസോ. എന്നിട്ട് ഞാൻ പാക്ക് ചെയ്യുന്നത് ഇത് കുറച്ച് അരിഞ്ഞിരിക്കുന്നല്ലേ. പാക്ക് ചെയ്യുന്നത് ഐ മൈറ്റ് ബി ലൈക്ക് സംസാരിക്കുന്നില്ല, ഞാനത് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യുക. അതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ ഇത് പാക്കിംഗ് ഒന്നും കഴിയില്ല. സോ അല്ലാണ്ട് ഞാൻ മേടിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം. സോ ദാറ്റ് യു ക്യാൻ എന്തൊക്കെയാണ് പുതിയതായിട്ട് മേടിച്ച കുറച്ച് സാധനങ്ങൾ ഐ ഷോ യു. ഓക്കെ, ഞാൻ കുറച്ച് ബാക്കിലോട്ട് ഇരിക്കാം. എന്നെ എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയത്തില്ല, ഡോണ്ട് മൈൻഡ് മീ. ഓക്കെ, ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്ന വേഷത്തിലാണ് ഇരിക്കുന്നത്. ലെറ്റ്സ് ഡു ഇറ്റ്. ഫസ്റ്റ് എൻ്റെ മെയിൻ തിങ് പെട്ടി കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഈസ് ദാറ്റ് മെയിൻ ഒരു ട്രോളി. അതെനിക്ക് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളാട്ടോ. അത് പഴയ സാധനങ്ങളാണെങ്കിൽ നമ്മൾ പഴയ സാധനങ്ങൾ കൊണ്ടുപോകണമല്ലോ. ഇത് ഒരു പെട്ടി ഞാൻ കൊണ്ടുപോകുന്ന ഒരു പെട്ടിയാണ് വിച്ച് ഇസ് ലൈക്ക് അതിലൊന്നും പാക്ക് ചെയ്തിട്ടില്ല. അതിൽ വെക്കാനുള്ള ഡ്രസ്സ് ഇവിടെയും അവിടേക്കായിട്ട് ഞാൻ കുറച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ദിസ് ഇസ് മൈ അതിൻ്റെ ഓൾഡ് പെട്ടി. ദിസ് ഇസ് മൈ ന്യൂ പെട്ടി. അമ്മേ കാണിച്ചാ, ദിസ് ഇസ് മൈ ന്യൂ പെട്ടി. ക്യാൻ യു സീറ്റിലേക്ക് നെയിൽസ് മൈ മാച്ച്. ഓക്കെ, ഞാൻ മറ്റേ ഒട്ടും സഭയിലിരിക്കും. എനിക്ക് ഇന്ന് വൈകിട്ടൊരു ഈവനിങ് ഒരു ഫംഗ്ഷൻ ഉണ്ട്. നാളെ എനിക്ക് മോർണിംഗ് 10 മണിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട്. 5 മണിക്കാണ് ഞങ്ങളുടെ ട്രെയിൻ വരുന്നത്. എനിക്കൊന്നും പറയാനില്ല. ഐ എം വെരി സ്ട്രെസ്ഡ്. പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. സോ ദിസ് ഇസ് ദാറ്റ് പെട്ടി. ഇത് സ്മോൾ സൈസാണ്, ദാറ്റ് ഇസ് മീഡിയം സൈസ്. ഈ 2 പെട്ടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത് അലോങ് വിത്ത് മൈ ടോട്ട് ബാഗ്. എന്നൊരു വലിയ ടോട്ട് ബാഗ് എടുക്കുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ബാഗ് which I bought for my college. Yes, this is that bag. ഞാൻ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഈ ബാഗ്. പക്ഷെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ പ്രൈസ് ടാഗ് ഞാൻ ആദ്യം വിചാരിച്ചു ഈ ബാഗ് എടുക്കാം കയ്യിൽ. സോ ദാറ്റ് എന്താ അവിടെ പോകുമ്പോൾ ഇത് ഒരെണ്ണം കയ്യിലെടുത്തിട്ട് ഈ 2 പെട്ടി എനിക്ക് ക്യാരി ചെയ്യാം. പിന്നെ എനിക്കൊരു ഇത് കോളേജിലിടാൻ മേടിച്ചില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോളേജിലിടണം എന്ന് വിചാരിച്ചു. സോ അതുകൊണ്ട് മൈ ബി ഇത് ഞാൻ ചിലപ്പോൾ പെട്ടിക്കകത്ത് കയറ്റും. എനിക്കറിയത്തില്ല, സ്ഥലമുള്ള പോലെ കുറേ സാധനം കൊണ്ടുപോകുന്നുണ്ട്. സോ ദിസ് ഇസ് മൈ കോളേജ് ബാഗ്. പിന്നെ കുറേ അധികം ഡ്രസ്സുകൾ. ഇത് കോളേജിലേക്ക് ഇടാൻ മേടിച്ചതും ഉണ്ട്. അല്ലാണ്ട് റാൻഡംലി ഞാൻ പോകുന്ന സ്ഥലം ഈ ഡ്രസ്സൊന്നും ഇടുന്നതിന് വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ മേടിച്ചതും ഉണ്ട്. അങ്ങനെയാ കുറേ അധികം സാധനങ്ങളുണ്ട്. ഐ വിൽ ഷോ യു. ഇവിടെ തുടങ്ങും. ഇവിടെ തുടങ്ങാം. ദിസ് ഇസ് ദ കുറച്ച് ബോട്ടം വെയേഴ്സ് ഞാൻ മേടിച്ചത്. ഒന്ന് ഈ ഒരു ബേജ് കളർ പാൻറ്. ഇതൊന്നും ഞാൻ തുറക്കുന്നില്ല ബിക്കോസ് ഞാൻ ഓൾറെഡി വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഒരു ഡെനിം ഷോർട്ട്സ്. Obviously this is not gonna wear in my college. I don't know if it is അങ്ങോട്ട് കയറ്റും എന്നുള്ളത്. I don't know. അത്രയൊന്നും പുരോഗമിച്ചിട്ടുണ്ടാവില്ല കോളേജ്. I don't know. സോ ഇത് ആൻഡ് ഈ ഒരു ജീൻസ്. ദിസ് ഇസ് വാട്ട് ഐ വാണ്ട്. ഇതിൽ ഞാൻ അവിടെ ഒരു ഇപ്പം ഞാൻ പോയിട്ട് ഓറിയൻറ്റേഷൻ ആണ് നമുക്ക്. ഓറിയൻറ്റേഷൻ കഴിഞ്ഞ് ഐ വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത് അമ്മ മൈറ്റ് ബി. അങ്ങനെ ആണെങ്കിൽ അവിടെ ഇടാനും അല്ലാണ്ട് നമ്മൾ കുറച്ച് ഞാൻ ഒരു ബക്കറ്റ്, ബെഡ്ഷീറ്റ്, പിന്നെ എന്താ ഓർഗനൈസേഴ്സ്, ഈവൻ നമ്മുടെ ബാഗിൽ തന്നെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ടല്ലോ. ഇതൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഒരു സാധനം മേടിച്ചിട്ടില്ല. ഐ തിങ്ക് ലൈക്ക് ഇവിടെ നിന്ന് നമ്മൾ മേടിച്ചുകൊണ്ട് പോകുന്നതിനെക്കാട്ടിൽ ബെറ്റർ അവിടെ നിന്ന് മേടിക്കുന്നതാണ്. ആൻഡ് ഓൾസോ അവിടെ നല്ലത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇവിടെ നിന്ന് എടുക്കുന്നില്ല. ഡ്രസ്സുകളും സ്കിൻ കെയർ, മേക്കപ്പ്, മെഡിസിൻ, പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നില്ല ബിക്കോസ് ഞാൻ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും ചിലപ്പോൾ. എന്നിട്ട് വീണ്ടും പോകുമായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു പാക്കിംഗ് കാണും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. പക്ഷേ എനിക്കൊരു ഹോസ്റ്റൽ ഗോയിങ് അല്ലെങ്കിൽ കോളേജ് പോകുമ്പോൾ പാക്കിംഗ് എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് എടുക്കുന്നതാണ്. ഒരു ക്ലാരിറ്റി ഒന്നുമില്ല. യു ക്യാൻ സീ മീ ലൈക്ക് പേ കോലത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ സംസാരിക്കില്ല, വേഗം കാണിക്കാം. ദിസ് ഇസ് എ ബോട്ടം വെയേഴ്സ്. പിന്നെ ഇവിടെ കുറച്ച് ഡ്രസ്സുകളുണ്ട്. ഐ ഷോ യു 1 by 1. ഫസ്റ്റ് വൺ ദിസ് വൺ. ഈ ഒരു അനിമൽ പ്രിന്റ് വരുന്ന, ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല, എല്ലാം ബ്രാൻഡ് ന്യൂ ഡ്രസ്സസ്. ഇത് ഞാൻ കുറേ നാളായിട്ട് മേടിച്ച് വെച്ച ഡ്രസ്സുകളുണ്ട് കേട്ടോ. ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഹാങ്ങർ നൂരി വന്നു. കോളേജിൽ മേടിക്കാൻ മേടിച്ചത്, കോളേജിൽ പോകുമ്പോൾ ഇടാൻ അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ വേണ്ടി ഷോപ്പ് ചെയ്തതൊന്നുമല്ല, റാൻഡംലി മേടിച്ച ഈ ഒരു വൈറ്റ് ബേസിക് ടീഷർട്ട് അല്ലല്ലോ ഇത്, ക്രോപ്പ് ടോപ്പ്.
പിന്നെ ഈ ഒരു എല്ലാ ഹാങ്ങറിന്ന് ഊരി വരിക. എന്തായാലും ഐ എം ഗോണ പാക്ക് ദിസ്. ഓക്കെ, സോ ദിസ് ഇസ് ഒരു എന്താ പറയുക, ഒരു ഷർട്ടാണിത്, ഒരു ഷിയർ ഷർട്ട്. ഇറ്റ്സ് ഫ്രം സവാന. സോ ഈ ഒരു ഷർട്ട്. ദെൻ ഈ ഒരു ഡ്രസ്സ്, ഭയങ്കര ക്യൂട്ട് ഡ്രസ്സ്. ഈ ഒരു ഗ്രീൻ ഡ്രസ്സ്, എനിക്ക് എന്താണെന്നറിയില്ല, ഗ്രീനിനോട് ഭയങ്കര ഒബ്സഷൻ. ഞാൻ എന്ത് മേടിച്ചാലും ഇപ്പം ഗ്രീൻ ആയിക്കൊണ്ടിരിക്കുക. ഐ ഡോണ്ട് നോ വൈ. ആൻഡ് ദെൻ ഈ ഒരു ഡ്രസ്. ഓക്കെ, പിന്നെ ഈ ഒരു അഗെയിൻ ഗ്രീൻ ഒരു ഡ്രസ്. ദിസ് വൺ. ഇതൊക്കെ ഞാൻ എവിടെ എങ്ങനെ ഇടുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒന്ന് മേടിച്ചുകൊണ്ടങ്ങ് എടുത്ത് വെക്കാമെന്ന് വിചാരിക്കും. ഐ ക്യാൻ സ്റ്റൈൽ ഇറ്റ്. പിന്നെ എൻ്റെ എല്ലാ ഫാഷൻ ഇത് ഞാൻ പുറത്തെടുക്കുന്നതായിരിക്കും വൺസ് ഐ റീച്ച് ദെയർ എന്നൊക്കെയാണ് എൻ്റെ ഒരു പ്ലാൻ. ഓക്കെ, ദെൻ ഈ ഒരു ഫുഡ് വെയർ ഞാൻ എവിടെയും വിട്ടിട്ടില്ല. സോ അത് അങ്ങനെ തന്നെ പാക്ക് ചെയ്യുന്നതായിരിക്കും. അല്ലാത്ത ഫുഡ് വെയർസ് എല്ലാം ഞാനൊരു എന്താ പറയുക, സിപ്ലോ കവറിൽ ആക്കിയിട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ അധികം ന്യൂ ലോഞ്ചറീസ് മേടിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ എല്ലാം ഇവിടെ ഇല്ല. കുറേയൊക്കെ ഞാൻ പാക്കിങ്ങിൽ ഒരു ഇതിലാക്കി വെച്ചു ലോഞ്ചറീസിന് വേണ്ടിയിട്ട്. ഇവിടെ ഇരിക്കുന്നത് കാണിച്ചിടാം. ഒന്ന് ദിസ് വൺ. ഇത് നമുക്ക് ആക്ച്വലി ഒരു ഇതായിട്ടിടാം, ബ്രാലറ്റ് പോലെ ഇടാൻ പറ്റും. ആൻഡ് ഇതൊരു സെറ്റാണ്. ഇതിനകത്ത് പാൻറ്റീസ് ആൻഡ് ഒരു ഇത് വരുന്ന ഒരു ചോക്ലേറ്റ് ഈ ഒരു ഷെയ്ഡ്. ദിസ് എ ലേസ് ഡീറ്റെയിലിംഗ് ഉള്ളൊരു സെറ്റ്. ഇതൊക്കെ പുതിയത് മേടിച്ചതാണ്. ആൻഡ് ഇതാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് മൈ കോളേജ് ഓറിയൻറ്റേഷൻ ഇടണമെന്ന് വിചാരിക്കുന്ന ഡ്രസ്സ്. ഒരു ലാവൻഡർ കളർ. പൊട്ടിച്ചിട്ടില്ല, അവിടെ പോയി പൊട്ടിക്കാം. ആൻഡ് ഈ ഡ്രസ്സ് നിങ്ങൾ ഓൾറെഡി ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് ഐ ഓൾസോ പാക്കിംഗ് ദിസ്. പിന്നെ ദിസ് ഷോർട്ട് സ്കേർട്ട്. അയ്യോ, ഇതൊക്കെ ഞാൻ എപ്പം മേടിച്ചത് എനിക്ക് ഓർമ്മയില്ല. വാങ്ങിച്ചിട്ട് മാസങ്ങളായി. ഇതൊന്നും ഇട്ടിട്ടില്ല. ഈവൻ പ്രൈസ് ടാഗ് അതിനകത്ത് ഉണ്ടാകും പ്രോബബ്ലി. ദിസ് ഡ്രസ് ഐ എം ഗോണ പാക്ക്. ഓക്കെ, ഞാൻ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ ഇതെടുത്ത് വെച്ചു. ആൻഡ് ഈ ഒരു സൺഗ്ലാസ് ഇതായിരിക്കും എൻ്റെ ഒരു വേറൊരു അനിമൽ പ്രിന്റ് വരുന്ന വലിയ സൺഗ്ലാസ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ അതെടുക്കാനും ചാൻസ് ഉണ്ട്. സോ ദിസ് ഇസ് ദാറ്റ് സൺഗ്ലാസ്. ഇനി പിന്നെ ഒരു ഹ്യൂജ് പെട്ടി ഓഫ് സ്കിൻ കെയർ. ഇതൊന്നും ഇപ്പം ഞാൻ എന്തൊക്കെ കൊണ്ടുപോകും ചോദിച്ചാൽ, എന്തായാലും ഞാനിപ്പോൾ മുഖത്ത് യൂസ് ചെയ്യുന്ന 3 products, വിച്ച് ഇസ് ദിസ് സെറ്റഫിൽ ക്ലെൻസർ. ഓക്കെ, ദിസ് മൈ ഡെർമറ്റോളജിസ്റ്റ് തന്ന പ്രൊഡക്ട്സ് ആണ്. ഈ ഒരു സെറ്റഫിലിൻ്റെ ക്ലെൻസർ. മാക്സ് റിച്ച്, ബെസ്റ്റ് മോയ്സ്ചറൈസർ ഇൻ മൈ ലൈഫ്. ദിസ് വൺ മാക്സ് റിച്ചിൻ്റെ, കാരണം എനിക്ക് കൊമിഡോൺസ് വരും. അത് കംപ്ലീറ്റ്ലി മാറ്റാൻ ഇതാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് അഗെയിൻ എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ, ഈ ഒരു എക്ലിപ്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ. കാണുന്നില്ലേ ഇത്? ദിസ് ഇസ് ദ സൺസ്ക്രീൻ. ഞാനൊരു 5-6 ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ളതിൻ്റെ ചെറിയ മറ്റേ ഇൻഫ്ലുവൻസർ ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ലൈറ്റും അങ്ങ് വെച്ചു. മൊത്തത്തിൽ അങ്ങ് തിളങ്ങട്ടെ എന്ന് വിചാരിച്ചു. സോ ഇത് 3ഉം എൻ്റെ ക്യാരി ബാഗിൽ ഉണ്ടാവും. പിന്നെ ഇതെന്നുള്ളതിൽ ഞാൻ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് ഞാൻ ഇതുവരെ സോർട്ട് ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഡെയിലി എപ്പോഴും കറൻ്റ് യൂസ് ചെയ്യുന്നതാണ്. ഇതെൻ്റെ ഹെയർ ഗ്രോത്ത് സിറം. ഇത് സാലിസിലിക് ആസിഡ് സിറം ഞാൻ കൊണ്ടുപോകുന്നില്ല, ബിക്കോസ് എനിക്കിപ്പോൾ ആക്റ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ദിസ് ഇസ് മൈ ഇച്ചിങ് വരുമ്പോൾ ഫേസിൽ ഇടാൻ വേണ്ടിയിട്ടൊരു സാധനം. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇതെനിക്കൊരു ബോഡിയിലൊരു മുറിവ് വന്നിട്ട് സ്കാറുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് എനിക്ക് ഡോക്ടർ തന്നതാണ്. ഇത് കൊണ്ടുപോകണം. അണ്ടർ ഐസ് കെയറിന് വേണ്ടിയിട്ടിത്. പിന്നെ എൻ്റെ ഈ ഒരു ഇത് എന്താ സ്നെയിൽ മ്യൂസിൻ, ഇതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല, ബിക്കോസ് ഇതൊന്നും എനിക്കിപ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ എൻ്റെ ഹെയർ സിറം, അങ്ങനെ കുറച്ച് മരുന്നുകൾ, ലിപ് ബാം, കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊന്നും എല്ലാം ഞാൻ കൊണ്ടുപോയില്ല. എല്ലാം നോക്കിയിട്ട് എടുക്കണം. മേക്കപ്പ് ഒന്നും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ ദിസ് മൈ എൻ്റെ ഫ്രണ്ട് തന്ന വാച്ച്. അതിൻ്റെ സൈസ് ഇതാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഹീൽസ്. ദിസ് മൈറ്റ് ബി ഞാൻ കൊണ്ടുപോകും. ദിസ് ഇസ് ദാറ്റ് ഹീൽസ്. ഈ ഒരു ഹീൽസ്. പിന്നെ അല്ലാണ്ടും 2 ചെരുപ്പ് എടുക്കണം. പിന്നെ ദിസ് തിങ്സ്, ടിഷ്യൂസ്. ദിസ് ഇസ് മാൻഡേറ്ററി. ഇത് രണ്ടും എടുത്ത് വെക്കും. പിന്നെ ഇനി എന്താ കാണിക്കാനുള്ളത്? ഓൾമോസ്റ്റ് ഞാൻ പെട്ടി ഇതൊക്കെ തന്നെയാണ് പിന്നെ ഉള്ളത്. സോ ഇനി എൻ്റെ ഉള്ള പഴയ കുറച്ച് സാധനങ്ങൾ, മേക്കപ്പ് ഞാൻ പുതിയത് മേടിച്ചത് ഞാൻ ഒരുപാട് ഷോർട്സിൽ ഞാൻ കാണിച്ചു. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ മേടിച്ചു കുറേ മേക്കപ്പ്. അപ്പോൾ അതൊന്നും ഇനി ഞാൻ കാണിച്ചത് ഇനി ഈ വീഡിയോ ഇപ്പം തന്നെ ഒരു 9 മിനിറ്റായി. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. 4 വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പെൻഡിങ് ഉണ്ട്. അതിൽ അത് 2 ഞാൻ എഡിറ്റ് ചെയ്തു. അതിൻ്റെ തമ്മിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എഡിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ ഐ എം ട്രൈയിങ് മൈ സെൽഫ് ബെസ്റ്റ്.
അപ്പോൾ ദിസ് ഇസ് ഓൾ ദ തിങ്സ് ഐ ഗോണ പുതിയതായിട്ട് മേടിച്ചത്. ആൻഡ് ഞാൻ അതിൽ കാണിക്കാൻ വിട്ടുപോയതും ഉണ്ടാവും, മൈ ബി, ബിക്കോസ് എനിക്കൊരു തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാം കൂടെ കുറേ അറിയാവുന്ന എല്ലാം എടുത്ത് ഇവിടെ വെച്ചിട്ട് ഫോട്ടോസ് എടുത്തു. ഇനി ഞാൻ പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പാക്ക്. എൻ്റെ മറ്റേ ലൈറ്റ് ഓഫായി, അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഓക്കെ, സോ ഇനി ഞാൻ അതെല്ലാം എടുത്ത് ആ 2 പെട്ടിയിലും ഈ പെട്ടിയിലും എല്ലാം പാക്ക് ചെയ്തിട്ട് കാണാം. നിങ്ങൾ ഇനി അങ്ങോട്ട് പാക്ക് ചെയ്ത് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതായിരിക്കും. സോ യു ഗോണ സീ ദാറ്റ്. ഓക്കെ, പിന്നെ പോകുന്നത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ. ഓക്കെ, അപ്പം നിങ്ങൾ ബൈ അല്ല, പാക്കിംഗ് ആണ്, പാക്കിംഗ്. ഓക്കെ, സോ നമുക്ക് പോയി പാക്ക് ചെയ്യാം. അമ്മേ, മെയിൻ തിങ്, ഞാൻ വേറൊരു സാധനം മറന്നുപോയി. ഞാൻ ഈ ഒരു ഹാങ്ങേഴ്സ് എല്ലാം എടുത്ത് വെക്കണം. അതായത് എനിക്ക് ഡ്രസ്സ് മടക്കി വെക്കുന്നതിനെക്കാട്ട് ഹാങ് ചെയ്യുന്നത് ഇഷ്ടം. അപ്പോൾ കുറച്ച് ഹാങ്ങേഴ്സ്, ഞാൻ ഒരു സെറ്റ് ഓഫ് ഹാങ്ങേഴ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്, അതും എടുത്ത് വെക്കണം. ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ കാണിക്കാൻ മറന്നുപോയി. I've had this planner, ഇതിനകത്ത് എന്തൊക്കെ കൊണ്ട് നമുക്കിങ്ങനെ എന്തെല്ലാം കഷ്ടപ്പാടാണെന്നൊക്കെ ഞാൻ എഴുതാത്തൊരു പേജ് കാണിച്ചിട്ട്, ഇതിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് വെയർ യു ക്യാൻ ഓരോ സാധനങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ഞാൻ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള എൻ്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടായിരിക്കും ഐ ഗോണ പാക്ക് ദിസ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും പാക്കിങ് ഏതുവരെ, പാക്കിങ്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഓൺ ദ സെയിം പ്ലേസ്. അപ്പോൾ അവൾക്ക് പയ്യെ ക്ലാസ് തുടങ്ങും. അപ്പോൾ അവൾ നീ എന്തൊക്കെ പാക്ക് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പാക്കിങ് വീഡിയോ ഇടും, നീ അത് കാണണം. ഈ വീഡിയോ കണ്ടവൾ പാക്ക് ചെയ്തത് അവൾക്ക് പ്രാന്താവും. ബിക്കോസ് ഞാൻ തന്നെ എന്തോ പ്രാന്ത് കാണിച്ചിട്ടാണ് വീഡിയോ എടുക്കണം. ഒരു ഓർഡർ ഒന്നുമില്ല, ഞാൻ ഇതൊക്കെ ആദ്യം കാണിക്കണം എന്ന് വിചാരിച്ച സാധനമാണ് പ്ലാനർ, വിച്ച് ഇസ് വെരി യൂസ്ഫുൾ. ഞാൻ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം എഴുതി വെക്കും. സോ ഇതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പാക്ക്. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. ബൈ ബൈ ബൈ. ഇന്ന് നിങ്ങൾ പോയ പാക്കിംഗ് ആണോ? അപ്പോൾ നമുക്ക് പാക്കിംഗ് കാണാം. ആക്ച്വലി ഞാൻ ഈ പാക്കിംഗ് ചെയ്തത് 2 ദിവസത്തെ പാക്കിംഗ് ഇതായിട്ടാണ് എടുത്തത്. ആദ്യം ഞാൻ ഒരു ദിവസം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചു. പക്ഷേ ഞാൻ ഔട്ട്ഡ്രോ എടുത്തിട്ടുണ്ടായിരുന്നു സെയിം ഡേ തന്നെ. ബിക്കോസ് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നുകൊണ്ട് ഞാൻ ആദ്യം കുറച്ചൊന്ന് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് ഔട്ട്ഡ്രോ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം 2ാമത്തെ ദിവസം ഒന്നും കൂടി കുറേ സാധനങ്ങൾ നമ്മൾ വിട്ടു പോയതുണ്ടാവുമല്ലോ, അതെല്ലാം കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഡ്രസ്സൊന്ന് മാറിയത് പോലെ ഉണ്ടാവും. അതാണ് ഞാൻ അങ്ങനെ ആദ്യമേ ഡിസ്ക്ലൈമർ പറഞ്ഞത്. ഓക്കെ, സോ ബൈ ദ വേ, ഞാൻ ഇപ്പോൾ റൈറ്റ് നൗ ഐ എം അറ്റ് മൈ ഹോം. അതായത് ഞാൻ കോളേജിൽ പോയി ആ വ്ളോഗ് വരും കേട്ടോ, ഇത് കഴിയുമ്പോൾ അങ്ങോട്ട് വരും. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീട്ടിലാണ്. ഞാൻ ഓറിയൻറ്റേഷൻ കഴിഞ്ഞ് അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഐ കെയിം ബാക്ക്. ഇനി ഞാൻ ക്ലാസ് തുടങ്ങുമ്പോഴേ പോകും. വിത്തിൻ ഡേയ്സ് ഐ എം ഗോയിങ് ബാക്ക്. പിന്നെ എന്തിനാ തിരിച്ചു വന്നതെന്ന് ചോദിച്ചാൽ there are so many things and that will be coming. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ തിരിച്ചു വന്നത്. ആൻഡ് ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ, പേഴ്സണൽ ഹൈജീൻ ആയിട്ടുള്ള സാധനങ്ങൾ. ഈ ക്ലിപ്പ്, സ്ലൈഡ്, അങ്ങനെ എന്തൊക്കെയൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് സ്ലോ ആയിട്ട് നിങ്ങൾക്ക് ബോറടിച്ചാലോ എന്ന് വെച്ചാൽ കുറേയൊക്കെ ടൈം ലാപ്സിലും ആട്ടോ എടുത്തിട്ടുള്ളത്. ആൻഡ് ഞാൻ മേക്കപ്പ് സാധനങ്ങൾ ഈ കൊണ്ടുപോയ പിങ്ക് പെട്ടിയില്ലേ, ഇതിൽ കുറച്ച് സാധനങ്ങളും അവിടെ വെച്ചു. ആൻഡ് ആ ബ്രൗൺ പെട്ടി അവിടെ വെച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. എൻ്റെ ഇവിടെ PG വെച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ആൻഡ് ഇനി പോകുമ്പോൾ എനിക്ക് എന്തായാലും കുറച്ചും കൂടി സാധനങ്ങൾ എന്തായാലും കൊണ്ടുപോകണം. ബിക്കോസ് ഞാൻ അവിടെ പോയപ്പോഴേ പെട്ടിയൊക്കെ എടുത്ത് വെച്ചപ്പം എനിക്കിനി വേറെ 2 പെട്ടി അത്രേ ഉള്ളൂ. അവിടെ വന്നവർക്ക് 10-15 പെട്ടിയൊക്കെ ആയിട്ട് കുറേ പേര്. ഐ വാസ് ലൈക്ക് ഇവിടെ നിന്ന് എല്ലാവരും പറയുന്നത് നിനക്കാണ് ഏറ്റവും കൂടുതൽ ലഗേജ്. ഐ വാസ് ലൈക്ക് ലുക്ക്, എനിക്ക് മാത്രമാണ് ഇവിടെ ലഗേജ് ഏറ്റവും കുറവ് എന്ന്. ബിക്കോസ് ഞാൻ അധികം അങ്ങനെ പാക്ക് ചെയ്തില്ല. പിന്നെ അവിടെ പോയിട്ടെല്ലാം ഒന്ന് സെറ്റായിട്ട് പയ്യെ എടുക്കാമെന്നൊക്കെ ഉള്ളൊരു പ്ലാനിലായിരുന്നു. ബിക്കോസ് PG വാസ് ലൈക്ക് PG വേണോ, ഒരു 1 BHKയോ 2 BHK അങ്ങനെ എന്തെങ്കിലും നോക്കണോ എന്താണ് എന്നുള്ളൊരു ഇതില്ല. ഇനിഷ്യലി ഐ വാസ് വെരി പെർട്ടിക്കുലർ അബൌട്ട് ദാറ്റ്. ഐ വാണ്ടഡ് ടു ഗോ ടു ഹോസ്റ്റൽ. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ചിട്ടായിരുന്നു ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഹോസ്റ്റലിൽ പോവാത്തതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ബട്ട് എന്നോ എനിക്ക് എൻ്റെ നമ്മൾ എന്തെങ്കിലും ഒരു 3 വർഷം എന്നൊക്കെ പറയുമ്പോൾ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമല്ല. അപ്പം എനിക്ക് അങ്ങനെ ക്യാമ്പസിൽ ഹോസ്റ്റൽ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ബട്ട് ഇറ്റ്സ് ഫൈൻ, ലൈക്ക് മോശം എന്നല്ല, ഒരുപാട് പേര് അവിടെ താമസിക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെയൊക്കെ ഞാനിനി ബാക്കി ഡീറ്റെയിൽസ് ഐ വിൽ ബി മെൻഷനിങ് ഇൻ മൈ അപ്കമിങ് വീഡിയോസ്. ഞാനിപ്പോൾ പാക്കിങ് പറയാം, അല്ലെങ്കിൽ യു മൈറ്റ് ബി ബോറടിക്കില്ലേ. സോ റാൻഡം കുറച്ചധികം ഡ്രസ്സ്, ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ച പുതിയതായിട്ട് മേടിച്ച ഡ്രസ്സാണ്. പിന്നെ കുറച്ച് ഹാങ്ങേഴ്സ് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് പൊതുവേ ഈ ഡ്രസ്സ് ഇങ്ങനെ ക്ലോത്ത്സ് എല്ലാം ഇങ്ങനെ മടക്കി വെക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഐ ഓൾവേസ് ലൈക്ക് ടു കീപ്പ് ഇറ്റ് ഓൺ ദ ഹാങ്ങേഴ്സ്. അതാകുമ്പോൾ നമുക്ക് എടുക്കാനും ഒക്കെ എളുപ്പമാണ്, നമുക്ക് തേക്കാനും അങ്ങനെയൊന്നും വേണ്ടല്ലോ. അപ്പം മെസ്സി പരിപാടിയാണ്. പിന്നെ ഇത് 2nd ഡേ ആട്ടോ ഇത് പാക്ക് ചെയ്യുന്നത്, ലൈക്ക് വീഡിയോ കാണിക്കുന്നത്.
എനിക്ക് രാവിലെ തന്നെ എൻ്റെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടെ തന്നു. എൻ്റെ ഫേസിൽ ഇപ്പോഴും നല്ല സ്വെല്ലിങ് ഉണ്ട്. യു ക്യാൻ സീ വെൻ യു ലുക്ക് ഓൺ ലൈക്ക് സ്ട്രെയിറ്റ് കാണുമ്പോൾ അത്ര മനസ്സിലാവില്ല, സൈഡ് പ്രൊഫൈൽ നല്ല സിവിയർ സ്വെല്ലിങ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മരുന്നുകളും പിന്നെ ബിക്കോസ് ഐ വാസ് ഗോയിങ്, ഞാൻ തിരിച്ച് വരും എന്നുള്ള പ്ലാൻ വാസ് ലൈക്ക് 50-50 ആയിരുന്നു. പിന്നെ ഞാൻ തിരിച്ച് വന്നു. പക്ഷേ തിരിച്ച് വന്നാലും വിത്തിൻ ഫ്യൂ ഡേയ്സ് ഐ എം ഗോയിങ് ബാക്ക്. അപ്പം എനിക്ക് ഇതൊന്നും എൻ്റെ മരുന്നുകളൊക്കെ മേടിച്ച് എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. നേരത്തെ എല്ലാം റെഡിയാക്കി വെക്കാം. ഞാൻ ഏറ്റവും ഫസ്റ്റ് ചെയ്ത കാര്യം, ഞാൻ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടേഴ്സിനെ പോയി കണ്ടിട്ട് എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് സാധനങ്ങൾ മേടിക്കുക എന്നുള്ളതാണ്. സോ അതെല്ലാം മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് എൻ്റെ സ്കിൻ ഈസ് വെരി സെൻസിറ്റീവ്. ആൻഡ് വൺ തിങ് ഈസ് ലൈക്ക്, അല്ലെങ്കിൽ വേണ്ട, അത് അടുത്ത വ്ളോഗിൽ പറയാം. ബിക്കോസ് ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി സംസാരിച്ച ഈ വീഡിയോ അതുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഇപ്പം. ഓക്കെ. സോ കം ടു ദിസ് ടോപ്പിക് അഗെയിൻ. ഞാൻ ഇടയ്ക്കൊന്നും ചിലപ്പോൾ ടോപ്പിക്കിൽ നിന്ന് വിട്ട് പോകുന്നുണ്ട്, ഐ എം സോറി. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ നോർമൽ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ്. ഞാൻ എന്തൊക്കെ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പാണ് നോർമലി യൂസ് ചെയ്യുന്നത്, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, വേറെ ഒരു എക്സ്ട്രാ സാധനങ്ങളും ഇല്ല. പിന്നെ എൻ്റെ മെഡിസിൻസ്, അതായത് നിങ്ങൾ ഹോസ്റ്റലിൽ പാക്ക് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ യു നീഡ് സം ക്ലോത്ത്സ്, മേക്കപ്പ്, സ്കിൻ കെയർ, നിങ്ങൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ്, ഹെയർ കെയർ ആൻഡ് സം ഫുഡ് വെയർസ് ആൻഡ് ബാഗ്. ദിസ് ഈസ് ഓൾ തിങ് യു വാണ്ടഡ്. പിന്നെ എന്ന് പറയുമ്പോൾ വരുന്നതാണ് ഈ ബെഡ്ഷീറ്റ്, നമ്മുടെ എന്താ ഈ പ്ലേറ്റ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പ്ലേറ്റൊക്കെ വേണ്ടി വരുമല്ലോ ചില പി ജിയിൽ മെസ്സിലൊക്കെ. പ്ലേറ്റ്, അങ്ങനെ ബെഡ്ഷീറ്റ്, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പിന്നെ വേണ്ടി വരുന്നത്. പിന്നെ അക്കോർഡിംഗ് ടു യു, നിങ്ങൾക്ക് ഒരു പേഴ്സണലി നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാന്നുള്ളതാണ്. ഈ പേസ്റ്റ്, ബ്രഷ്, അങ്ങനത്തെ ഒക്കെ മറ്റേ ഈ പേഴ്സണൽ കാര്യങ്ങളിൽ വരുന്നതാണ്. ആൻഡ് ഓൾസോ ഡോണ്ട് ഒരിക്കലും വിട്ടുപോകാത്ത, എസ്പെഷ്യലി ഇഫ് യു ആർ ഗേൾ, ഒരിക്കലും നിങ്ങൾ മറക്കാൻ ചെയ്യേണ്ട കാര്യമാണ് പാഡ്. നിങ്ങൾ യൂസ് ചെയ്ത മെൻസ്ട്രൽ കപ്പാണെങ്കിൽ അത് എല്ലാം എടുത്തു വെക്കുക. ബിക്കോസ് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ ആദ്യം ഈ മെൻസ്ട്രൽ കിറ്റൊന്നും എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ എൻ്റെ മെൻസ്ട്രൽ കപ്പും പാഡും എല്ലാം എടുത്തു വെച്ചു. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇസ് എക്സാക്ട്ലി ഐ വാസ് ജസ്റ്റ് ലൈക്ക് ഭയങ്കര ആ ക്യാമ്പസ് ഫുൾ ഇങ്ങനെ ഓടി നടന്ന് ഫുൾ ട്രാവലിങ്ങും എല്ലാം കാരണം ഐ ഗോട്ട് മൈ പീരിയഡ്സ്. ആൻഡ് അങ്ങനെ പീരിയഡ്സ് കിട്ടിയപ്പോൾ ഐ വാസ് ലൈക്ക്, എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇനി തപ്പി നടക്കണമായിരുന്നു ഒരു മെഡിക്കൽ സ്റ്റോറോ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നോക്കണമായിരുന്നു. ബട്ട് അതിപ്പോൾ എനിക്ക് വേണ്ടി വന്നില്ല. ഐ ഹാവ് ദാറ്റ്, അതുകൊണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അത് എന്തായാലും മറക്കാണ്ട് എടുത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. പറ്റുമെങ്കിൽ ഈ വെറ്റ് വൈപ്സ്, ഈ സാനിറ്റൈസർ, ടിഷ്യൂ ഒക്കെ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ഇഫ് യു ആർ ട്രാവലിംഗ് ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. ബട്ട് ഞാൻ ട്രാവൽ ചെയ്ത ഞാൻ അങ്ങോട്ട് പോയതും തിരിച്ചിങ്ങോട്ട് വന്നാൽ ബെസ്റ്റായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു നീറ്റ്നെസ് കുറവ് ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ അതിൽ ഐ വാസ് ഹാപ്പി. സോ അപ്പോൾ അത്രേ ഉള്ളൂ മൈ കുട്ടി പാക്കിംഗ്. ആൻഡ് ഹോപ്പ് യു ലൈക്ക് ദിസ്. ലൈക്ക് ഇതിൽ ഞാൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ എനിക്ക് അത്യാവശ്യമായിട്ടും എനിക്ക് വേണ്ട കാര്യങ്ങളാണ്. എനിക്ക് എൻ്റേതായ രീതിയിൽ ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഹോസ്റ്റൽ റിലേറ്റഡ് നിങ്ങൾ പോയപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്. സോ അത് എനിക്കും ഇപ്പോൾ ഹോസ്റ്റലിൽ പോകുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. പിന്നെ ഈ എക്സ്റ്റൻഷൻ ബോർഡ്, പവർ ബാങ്ക്, പിന്നെ പവർ ബാങ്ക്, ചാർജർ, ഇയർപോഡ്, നിങ്ങളെന്തെങ്കിലും ലാപ്പോ അതൊക്കെ യൂസ് ചെയ്യുന്നില്ല, അതിൻ്റെ കാര്യങ്ങൾ, മൈക്ക്, ലൈറ്റ്, ഇങ്ങനെ ആവശ്യമുള്ള നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം എടുത്തോ എന്നാണ് ഞാൻ പറയുന്നത്. സോ അപ്പോൾ അത്രയൊക്കെ എൻ്റെ പാക്കിംഗ്. സോ യാ, ഫൈനലി ഐ പാക്ഡ്. ഓ മൈ ഗോഡ്, ദിസ് ഇസ് ദ ഫസ്റ്റ് പെട്ടി ആൻഡ് ദിസ് ഇസ് മൈ സ്മോൾ സെക്കൻഡ് പെട്ടി. എനിക്കിപ്പോഴാണ് ആക്ച്വലി ഇത്രയും ദിവസം ഐ വാസ് എക്സൈറ്റഡ് ആൻഡ് നെർവസ്. ലൈക്ക് കുറേ ആൾക്കാരെ കാണാൻ പോവാണ്, പുതിയ ആൾക്കാരാണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, നെർവസ് എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഐ ഫീൽ ലൈക്ക് കുറച്ച് ഇമോഷണൽ. സോ മെനി റീസൺസ്. ആൻഡ് yesterday I also cried, not because of this, it's because of other reason. And I'm on my period, so it will be very extreme emotional for me. അതായത് ഐ മിസ് ദിസ് റൂം. ആൻഡ് ഇപ്പം എൻ്റെ വാർഡ്രോബിൽ നിന്ന് ഞാനിങ്ങനെ ഡ്രസ്സ് എടുത്ത് വെക്കുന്നു, കുറേ ഒഴിഞ്ഞ ഹാങ്ങേഴ്സ്. ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന മാക്സിമം ക്ലോത്ത്സ് ഐ ടുക്ക്. ആൻഡ് ഇന്നർവെയർസ് ആയിക്കോട്ടെ, ഞാൻ ക്ലോത്ത്സ്, ഇന്നർവെയർസ്, ജ്വല്ലറീസ് ഒന്നും എനിക്ക് എടുക്കാനേ പറ്റുന്നില്ല. അത് വളരെ ഫ്യൂ മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്കൊരു ബോക്സസ്, ഐ ഡോണ്ട് നോ ഹൗ ഐ എം ഗോണ സർവൈവ് ദാറ്റ്. ലൈക്ക് എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ റൂമിൽ എല്ലാ സാധനങ്ങളും എൻ്റെ ചുറ്റുമുണ്ട്. ആൻഡ് ദാറ്റ് പേഴ്സൺ, മീ, ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ട്, ഐ എം വെരി ഗ്ലാഡ് ഐ ഹാവ് ദിസ് പ്രിവിലേജ്. ആൻഡ് ഐ എം ഗോണ മൈഗ്രേറ്റ് ടു അനദർ സിറ്റി. ആൻഡ് I don't know, it's very hard. Oh my god, I get എന്തോ ഒരു ഫീൽ. ആൻഡ് ഓൾസോ I'll show you something. You might be seen in this video. If it is not, this is it. എൻ്റെ ജിമ്മിലുള്ള I got some very good friends and കുറേ നല്ല ഫ്രണ്ട്സ്. അതായത് ഇന്നലെ ഞാൻ അങ്ങ് പോയ സമയത്ത് എൻ്റെ 10th ഫ്രണ്ട് ഗിവ് മീ എ വാച്ച്. ഇറ്റ്സ് നോട്ട് മൈ ബർത്ത്ഡേ, ഇറ്റ്സ് നോട്ട് എനി സ്പെഷ്യൽ ഡേ.
എനിക്കൊരു വാച്ച് ഗിഫ്റ്റ് ചെയ്തു. ആൻഡ് ദെൻ എനിക്കിങ്ങനെ ഫ്രെയിം ആൻഡ് ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു എന്നെ കാണാൻ വേണ്ടി. ബിക്കോസ് ടുമോറോ ഐ എം ലീവിങ് യുനോ. എനിക്ക് അവരെ കാണാൻ പറ്റിയില്ല. എൻ്റെ 12th ഫ്രണ്ട്സിനെ എനിക്ക് കാണാൻ പറ്റില്ല. ഐ വാസ് വെരി ബിസി. കുറേ കാര്യങ്ങൾ. നാളെ എനിക്ക് മോർണിംഗ് അപ്പോയിൻമെൻറ്റ് ഉണ്ട് 10 മണിക്ക്. ഈവനിങ് 5 മണിക്കാണ് എൻ്റെ ട്രെയിൻ. മൂവിങ് എല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു. ഐ എം വെരി എക്സൈറ്റഡ് ആൻഡ് സെയിം നെർവസാണ്. കാരണം നമ്മളെല്ലാം ഓൺലൈൻ ത്രൂ ആണ് ഈ ആപ്ലിക്കേഷനെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അതിൻ്റെ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ കുറേ ഇഷ്യൂസ് എൻ്റെ മൈൻഡിലുണ്ട്. ആൻഡ് ഞാൻ അമ്മയാണ് പോകുന്നത്. ആൻഡ് ഞാനായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട. ഐ മീൻ ലൈക്ക് അങ്ങോട്ട് പോകണോ, എവിടെ സ്റ്റേ ചെയ്യണം, PG നോക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അഡൾട്ടിങ് എത്ര ഹിറ്റ് ചെയ്യുന്ന അറിഞ്ഞില്ല. ഇറ്റ്സ് റിയലി ഹാർഡ്. വിഷമം, എന്തോ ഒരു മിക്സഡ് ഫീൽ. ഞാൻ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യും. അതിലൊന്നായിരിക്കും എൻ്റെ റൂം ആൻഡ് ദിസ് ബെഡ്. ഓ മൈ ഗോഡ്, സോ good to sleep, like in comforter, blanket, my soft toys, പിന്നെന്താ എൻ്റെ മിറർ, എൻ്റെ ഡ്രസ്സിങ് ടേബിൾ, എൻ്റെ വാർഡ്രോബ്, എൻ്റെ ഇതെല്ലാം എൻ്റെതാണ്. ഇതെല്ലാം ഞാൻ മിസ് ചെയ്യും. ഓക്കെ, ദറ്റ്സ് ഓക്കെ. എല്ലാം നല്ലതിനായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ദിസ് ഇസ് വെരി എന്താ എനിക്ക് പറയേണ്ടതറിയില്ല. എനിക്ക് ഭയങ്കര കണ്ണൊക്കെ ബ്ലറാവത്ത്, കണ്ണൊക്കെ നിറഞ്ഞിട്ട്. എല്ലാം കൊണ്ടും ഐ എം വെരി ഹാപ്പി ആൻഡ് വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് വെരി ഗ്ലാഡ്. എന്തൊക്കെ പറയുന്നു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഐ മൂവിങ് ഗൈസ്. ഐ മൂവിങ്. ഞാൻ പോകുന്നത് എവിടെയാണെന്നുള്ളത് കുറേ പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ലൈക്ക് ഇറ്റ്സ് എ വെരി കോമൺ പ്ലേസ്. എല്ലാവരും പഠിക്കാൻ പോകുന്നൊരു സ്ഥലം തന്നെയാണ്. ആൻഡ് ദ ബെസ്റ്റ് തിങ് എന്നല്ല, ചിരിങ്ങലൂർ ആശ്വാസമുള്ള വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഓൾസോ കമ്മിങ്. മൈ ബെസ്റ്റ് ഫ്രണ്ടും ആ സെയിം സിറ്റി തന്നെയാണ്. പക്ഷെ അവൾ വേറെ കോഴ്സ് ആൻഡ് ഞാൻ വേറെ കോഴ്സ്, വേറെ കോളേജ്. ബട്ട് ഒരു 20 കിലോമീറ്റർ റേഡിയസിലാണ് നമ്മൾ. ഇറ്റ്സ് ഓക്കെ. ലൈക്ക് വി ആർ ഓൺ ദ സെയിം സിറ്റി അറ്റ്ലീസ്റ്റ്. അതൊരു ആശ്വാസം. ആൻഡ് അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം പുതിയതാണ്. എൻ്റെ ഈ പെട്ടിയും പാണ്ടക്കറ്റുമായിട്ട് ഞാൻ പോകുന്നു. ഞാൻ പറഞ്ഞ പോലെ കോളേജ് ബാഗ് ഞാൻ കയ്യിലെടുക്കാൻ തന്നെയാണ്. പെട്ടി വെക്കുന്നില്ല, കയ്യിലെടുക്കാൻ. ബിക്കോസ് ഇതിനകത്ത് സ്പേസ് ഇല്ല. ഈ പെട്ടിയിലും താങ്ങുന്നതിനൊരു ലിമിറ്റില്ലേ. സോ ഇതിൽ മൊത്തം ഇതിനകത്ത് ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് എൻ്റെ ഡോക്യുമെൻറ്റ്സ്, മെഡിസിൻസ്, പിന്നെ കുറച്ചുകൂടെ സ്കിൻ കെയർ, ഹെയർ കെയർ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. അതെല്ലാം ഇപ്പോൾ ബാത്റൂമിൽ ഇരിക്കണം. ബിക്കോസ് എനിക്കിന്ന് ഹെയർ വാഷ് ഉണ്ട്. അപ്പം പിന്നെ എൻ്റെ കുറച്ച് സ്കിൻ കെയർ എടുത്ത് യൂസ് ചെയ്യേണ്ടി വരും എനിക്കിപ്പോൾ. അല്ലാണ്ട് ബാക്കി എല്ലാവരുടെ പിന്നെ പേസ്റ്റ്, ബ്രഷ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ഹൈജീനിക് പേഴ്സണൽ കെയർ, അതായത് നമ്മളെ ലെൻസിൽ കപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും. ഞാൻ പാഡൊക്കെ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. ഫോർ എമർജൻസി എല്ലാം വെച്ചു. ആൻഡ് ഫുഡ് ഐറ്റംസ് ഒന്നും ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല. ബിക്കോസ് ഞാൻ 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വന്നിട്ട് വീണ്ടും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊന്നും എടുക്കാത്തത്. മാക്സിമം ക്ലോത്ത്സ് ആണ് എടുത്തിട്ടുള്ളത്. ബിക്കോസ് ഈ ക്ലോത്ത്സ് എനിക്ക് അവിടെ വെച്ച് സെറ്റിൽ ചെയ്തിട്ട് വരുമ്പോൾ പിന്നെ ഞാൻ ഈ പെട്ടി മാത്രമേ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചിലപ്പോൾ ഇത് കൊണ്ടുപോകും, അറിയത്തില്ല. സോ അത്രേ ഉള്ളൂ. ഇനി ആ ഒരു ടോട്ട് ബാഗിലും കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ട്. ഞാൻ ആകെ ഒരു ഫുഡ് വെയർ എക്സ്ട്രാ എടുത്തു വെച്ചു. ഒരു ഷൂസും കൂടി എടുത്ത് വെക്കണം. അത് ഇതിനകത്ത് വെക്കും. പിന്നെ ഞാൻ ഇവിടെ നിന്നൊരു ഫ്ലാറ്റ്സ് ഇട്ടുകൊണ്ട് പോകും. അതാണ് ഫുഡ് വെയർസിൽ എൻ്റെ ഇത്. ഓക്കെ, ഒരു കല്യാണത്തിന് പോകണം ഇന്ന് ഈവനിങ്. നമുക്കൊന്നും പറയാനില്ല. ഐ എം ഡിപ്രസ്ഡ് ഗൈസ്. എനിക്ക് കല്യാണത്തിന് പോകാൻ വളരെ ക്ലോസ് ആണ് കേട്ടോ, ടു ബി ഫ്രാങ്ക്. അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എടുത്തൊന്ന് സെറ്റ് ചെയ്യട്ടെ. എനിക്കിവിടെ ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം. ഐ ഷോ യു വാട്ട് ഈസ് ദ കറണ്ട് സിറ്റുവേഷൻ. കണ്ടോ, അതൊന്ന് എല്ലാം ക്ലിയർ ചെയ്യണം. എൻ്റെ ഇവിടെ ഞാൻ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ മാറ്റിയ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഇതെൻ്റെ പെട്ടിയുടെ കവർ. ഈ പിങ്ക് പെട്ടി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിനെ നമ്മൾ കവറിലാക്കും. സോ ഈ കവർ, പിന്നെ ദിസ് ഇസ് സംതിങ്. ഇതില്ലാണ്ട് പോയിട്ട് പിന്നെ ഒരു കാര്യമില്ല. ഇതിനകത്താണ് എല്ലാ ഡോക്യുമെൻറ്റ്സ്, തിങ്സ് ഒക്കെ. ആൻഡ് ഇഫ് എനിവൺ ഹാസ് എ ഡൗട്ട് ലൈക്ക് കോളേജിൽ അഡ്മിഷൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, ഞാൻ പഠിക്കുന്ന കോളേജ് സംതിങ് ലൈക്ക് വെരി ഫേമസ്, വൺ ഓഫ് മൈ, ഭയങ്കര ഫേമസ് എന്ന് പറയുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് ക്വൈറ്റ് ഫാമിലിയർ. ഞാൻ ആ കോളേജിൻ്റെ പേര് പറയുമ്പോഴേ സ്ഥലം ആൾക്കാർക്ക് മനസ്സിലാവുന്ന പോലത്തെ ഒരു കോളേജ് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് മീ ആൻഡ് ഐ വിൽ ടെൽ യു. ഓക്കെ, സോ പ്ലീസ് നിങ്ങളെ കമൻറ്റ് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് നിങ്ങളെ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ വാട്ട്സ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് എല്ലാം പറയും. ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഞാൻ വാങ്ങിച്ചു വെച്ചത് എടുത്തില്ല, പെപ്പർ സ്പ്രേയും കൂടി എടുത്ത് ബാഗിൽ വെക്കണം. അത്രേ ഉള്ളൂ. അത് ഷോ മൈ പെപ്പർ സ്പ്രേ എന്താണെന്ന് കാണാത്തൊരു കാണിച്ചു തരാം. അതൊക്കെ വെയിറ്റ്. അയ്യോ, ദിസ് ഇസ് ദാറ്റ് പെപ്പർ സ്പ്രേ. ഇത് സിറോണ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ്. ഞാൻ ഇതുവരെ ഇത് അടിച്ചു പോലും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അടിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. മേടിച്ചു വെച്ചിട്ട് കുറച്ച് നാളായി ആക്ച്വലി. അത് ഷോ യു ഇതെങ്ങനെ ഇരിക്കുന്നത്. എനിക്കൊന്ന് അടിച്ച് പരീക്ഷിക്കണം എന്നുണ്ട്, പക്ഷേ വേണ്ട, പറയാൻ പറ്റില്ല, എന്തെങ്കിലും വരും. അതെ, ഇതിങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം. ഇവിടെ നമ്മൾ ഞെക്കുമ്പോൾ ഇവിടെ നിന്ന് സ്പ്രേ വരും. ചെറുതാണ്, സോ നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റും. സോ ഇത് ഒരു ഹാൻഡ് ബാഗിൽ എടുത്തിട്ടുണ്ടാവും ഫോർ സേഫ്റ്റി.
അപ്പോൾ യെസ് അത്രയേ ഉള്ളൂ. ആൻഡ് ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് ഈ വീഡിയോയിൽ ഒരിക്കൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഇത്. വീണ്ടും അവർ ഇത്ര എഫേർട്ട് എടുത്ത് ഇങ്ങനെ വരുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ലൈക്ക് ഓവറോൾ ദേ ആർ മൈ ജിം മേറ്റ്സ്, ഓക്കെ. അപ്പോൾ അവരെനിക്ക് ഇത്ര എഫേർട്ട് എടുക്കുന്നു ഞാൻ വിചാരിച്ചില്ല. വെരി വെരി ഇമോഷണൽ ആൻഡ് വെരി സ്പീച്ച്ലെസ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ നെക്സ്റ്റ് വീഡിയോ വിൽ ബി വ്ളോഗ്. ഇനി 2 വീഡിയോ ഇതിന് മുന്നേ ഇടാണ്ട് ആ വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഞാൻ അവിടെ ചെന്ന് ബാംഗ്ലൂർ സെറ്റിൽ ആയതിനു ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ടായിരിക്കും ട്രാവൽ വ്ളോഗും അങ്ങോട്ടുള്ള വ്ളോഗ്സ് വരുന്നത്. സോ hope you enjoy my video. Please don't forget to like, share and subscribe. Especially കമൻറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. സബ്സ്ക്രൈബും കമൻറ്റും ചെയ്തു, വേറെ ഒന്നും ചെയ്തില്ല പ്രശ്നമില്ല. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ.